ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ ആഴ്ചയിലെ വേദപാഠ ക്ലാസ്സിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏതൊരു കാര്യവും പ്രാർത്ഥനയോടെ ആരംഭിക്കുക നമ്മുടെ ഒരു ശീലമാണല്ലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പരിശുദ്ധാത്മാവിനോടുള്ള ഈ ഗാനം ഒന്നിച്ച് പാടി ആലപിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനേ നിത്യസഹായകനേ. കഴിഞ്ഞ 2 ആഴ്ചയായി നമ്മൾ പഠിക്കുന്നത് 1-ാം പാഠമായിരുന്നു, സഭ സ്വഭാവത്താലെ പ്രേക്ഷിത. ഈ പാഠത്തിൽ നിന്ന് 4 ആശയങ്ങളാണ് പ്രധാനമായും നമ്മൾ ഉൾക്കൊണ്ടത്. 1, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രേക്ഷിതർ അഥവാ മിഷണറിമാരാണ്. 2, അവരിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പ്രേക്ഷിത പ്രവർത്തന ഫലമായി രൂപം കണ്ട തിരുസഭ പ്രേക്ഷിതയാണ്. 3, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ഈശോയുടെ കൽപ്പന അപ്പോസ്തലന്മാരോട് സ്വീകരിച്ചതിനാൽ സഭ സ്വഭാവത്തിലെ പ്രേക്ഷിതയാണ്. 4, പ്രേക്ഷിതയായ തിരുസഭയിൽ മാമോദീസായിലൂടെ അംഗങ്ങളാകുന്ന എല്ലാ ക്രൈസ്തവരും അതിനാൽ തന്നെ പ്രേക്ഷിതരാണ്. എന്നീ 4 ആശയങ്ങളാണ് നമ്മൾ 1-ാം പാഠത്തിൽ കണ്ടത്. ഇതിന്റെ തുടർച്ചയായ സുവിശേഷ പ്രഘോഷണം സഭയുടെ ദൗത്യം എന്ന 2-ാം പാഠത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ ക്ലാസ്സിന് ആമുഖമായി നമുക്കൊരു വീഡിയോ കാണാം. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ അത് കാണണം കേട്ടോ. I have need to be baptized of thee. Comest thou to me? Suffer it to be so now, for thus it becometh us to fulfill all righteousness. I baptize thee, having authority from the Almighty God, as a testimony that ye have entered into a covenant to serve him. This is my beloved Son, in whom I am well pleased. പിതാവായ ദൈവത്തെക്കുറിച്ചും അവിടുത്തേക്ക് നമ്മോടുള്ള ആഴമായ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചും ലോകത്തെ അറിയിക്കുക എന്ന ദൗത്യമാണ് തനിക്കുള്ളതെന്ന് ഈശോയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഈശോ തൻ്റെ ജീവിതവും പ്രബോധനങ്ങളും അത്ഭുത പ്രവർത്തികളും വഴി ഈ ലോകത്തിന് ദൈവരാജ്യത്തെ വെളിപ്പെടുത്തി. Blessed are the poor in spirit, for theirs is the kingdom of heaven. Blessed are they that mourn, for they shall be comforted. Blessed are the meek, for they shall inherit the earth. Blessed are they which do hunger and thirst after righteousness, for they shall be filled. Blessed are the merciful, for they shall obtain mercy. Blessed are the pure in heart, for they shall see God. Blessed are the peacemakers, for they shall be called the children of God. Blessed are they which are persecuted for righteousness' sake, for theirs is the kingdom of heaven. എന്താണ് ഈ ദൈവരാജ്യം? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഉത്തരങ്ങൾ നിങ്ങളുടെ വേദപാഠ നോട്ട്ബുക്കിലേക്ക് എഴുതുക.
ദൈവരാജ്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ അതിനുത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ബൈബിളിൽ നിന്നാണ്. പഴയ നിയമത്തിൽ ദൈവമായ കർത്താവായിരുന്നു ഇസ്രായേൽക്കാരുടെ യഥാർത്ഥ രാജാവെങ്കിലും അവിടുന്ന് തന്റെ അഭിഷിക്തനിലൂടെ ഭരണം നടത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്രകാരം ദൈവം ഭരണം നടത്തുന്ന സംവിധാനത്തെയാണ് ദൈവരാജ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവരാജ്യം ജീവന്റെ രാജ്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവം ഭരണം നടന്നെടുത്ത് ദൈവവുമായുള്ള സമ്പൂർണ്ണ ഐക്യത്തിന്റെ ഫലമായി ജീവന്റെ സമൃദ്ധി ഉണ്ടാവും. ഈശോ തന്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടു. 2 കാര്യങ്ങളാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഒന്ന്, അനുതപിക്കുവിൻ എന്ന് പറഞ്ഞാൽ താൻ ആയിരിക്കുന്ന പാപ സാഹചര്യങ്ങളിൽ നിന്ന് മനുഷ്യ വ്യക്തിയുടെ ദൈവത്തിലേക്കുള്ള പൂർണ്ണമായ തിരിയലാണ് അനുതാപം. 2, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നസറായനായ ഈശോയിനെ ദൈവപുത്രനും രക്ഷകനുമായി അംഗീകരിച്ച് ഏറ്റുപറയുക എന്നതാണ് ഇതിനർത്ഥം. ഈശോ തന്റെ സ്വർഗാരോഹണത്തിന് തൊട്ടുമുമ്പ് ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ദൗത്യം അവരെ ബലമേൽപ്പിച്ചു. ഈ ദൗത്യമാണ് ഇന്നും സഭയിൽ തുടരുന്നത്. ഇനി ഈ പാഠത്തിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, സഭ സുവിശേഷ പ്രഘോഷണ ഫലം. 2, സഭ സുവിശേഷ പ്രഘോഷകർ. 3, പ്രഘോഷണ വിഷയം ദൈവരാജ്യം. 4, പ്രഘോഷണവും സാക്ഷ്യവും. 5, സുവിശേഷ പ്രഘോഷണവും സഭാരൂപീകരണവും. ഇതിൽ ആദ്യത്തെ 2 ആശയങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ആശയം സഭ സുവിശേഷ പ്രഘോഷണ ഫലം. ഈശോ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ തന്റെ ശിഷ്യന്മാർക്കാണ് പകർന്നു കൊടുത്തത്. ഉപമകളിലൂടെയാണ് അവിടുന്ന് അത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത്. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ഈശോ പറഞ്ഞ ചില ഉപമകൾ നമുക്ക് കാണാം. The kingdom of heaven is likened unto a man which sowed good seed in his field. But while men slept, his enemy came and sowed tares among the wheat and went his way. But when the blade was sprung up and brought forth fruit, then appeared the tares also. So the servants of the householder came and said unto him, Sir, didst not thou sow good seed in thy field? From whence then hath it tares? He said unto them, An enemy hath done this. The servant said unto him, Wilt thou then that we go and gather them up? But he said, Nay, lest while ye gather up the tares, ye root up also the wheat with them. Let both grow together unto the harvest. And in the time of the harvest, I will say to the reapers, Gather ye together first the tares, and bind them in bundles, to burn them. But gather the wheat into my barn. The kingdom of heaven is like to a grain of mustard seed, which a man took and sowed in his field, which indeed is the least of all seeds, but when it is grown, it is the greatest among herbs, and becometh a tree, so that the birds of the air come and lodge in the branches thereof. The kingdom of heaven is like unto leaven, which a woman took and hid in 3 measures of meal, till the whole was leavened. And when he sowed, some seeds fell by the wayside, and the fowls came and devoured them up. Some fell upon stony places, where they had not much earth, and forthwith they sprung up, because they had no deepness of earth. And when the sun was up, they were scorched, and because they had no root, they withered away. And some fell among thorns, and the thorns sprung up and choked them. But other fell into good ground, and brought forth fruit, some 100-fold, some 60-fold, some 30-fold. Who hath ears to hear, let him hear. തന്റെ പരസ്യ ജീവിതകാലത്ത് തന്നെ ഈശോ തന്റെ ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അയക്കുന്നുണ്ട്. 2 കാര്യങ്ങളാണ് അവരോട് ഈശോ ആവശ്യപ്പെടുന്നത്. 1, ദൈവപരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിക്കുക.
2, ത്യാഗങ്ങൾ സഹിച്ചും പ്രേക്ഷിത വേല ചെയ്യുക. ഇത് വ്യക്തമാക്കാൻ ഈശോ അവരോട് പറഞ്ഞു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. ചെന്നായ്ക്കളിടയിലേക്ക് ചെമ്പരിയാളികൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണിവ. ഇതിലൂടെ ഭാവിയിൽ ശിഷ്യന്മാർ ഏൽക്കാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചും ഈശോ മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തത്. സുവിശേഷ പ്രഘോഷണത്തിനായി ഐക്യപ്പെടുന്ന ശിഷ്യന്മാർ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരമായിരിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഐക്യപ്പെട്ട ശിഷ്യന്മാരോട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കാനാണ് ഈശോ ആവശ്യപ്പെട്ടത്. ഈശോയുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും സർവോപരി അവിടുത്തെ മരണത്തിനും ഉത്ഥാനത്തിനും ശ്ലീഹന്മാർ സാക്ഷികളായി. ഉത്ഥിതനായ ഈശോ അവർക്ക് നൽകിയ ദർശനങ്ങൾ അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ആടുകളെ മേയിക്കുക എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഈശോ പത്രോസിനെ സഭയുടെ തലവനായി നിയമിച്ചു. പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അപ്പസ്തോലർ ഭയം വെടിഞ്ഞ് ധൈര്യത്തോടെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു. അന്ന് പത്രോസ് നടത്തിയ വചന പ്രഘോഷണം വഴിയാണ് ആദ്യ ക്രൈസ്തവ സമൂഹം രൂപം കൊള്ളുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട സമൂഹം അനുതാപത്തിലേക്കും വിശ്വാസത്തിലേക്കും കടന്നു വന്നു. അങ്ങനെ വിശ്വസിച്ച് മാമോദീസ സ്വീകരിച്ചവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, പ്രാർത്ഥന, അപ്പമുറിക്കൽ എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നു. തുടർന്ന് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഈശോയുടെ ആഹ്വാനം അനുസരിച്ച് ശിഷ്യന്മാർ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ ആരംഭിച്ചു. ചെന്നു ചേർന്ന സ്ഥലങ്ങളിലെല്ലാം അവർ സുവിശേഷം പ്രഘോഷിക്കുകയും യേശുവിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ആയിരങ്ങൾ ഈശോയിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു. അവിടെയെല്ലാം സഭാസമൂഹങ്ങൾ രൂപപ്പെട്ടു. ഈശോയുടെ ശിഷ്യനായ തോമാസ് ലിഹായുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഫലമായി ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഭാരതത്തിലും സഭാസമൂഹങ്ങൾ രൂപപ്പെട്ടു. There is a very strong tradition that soon after the resurrection of Jesus Christ, he came from Jerusalem to South India. He set foot on the shores of Kerala at Kodungallur in 52 AD. He baptized several people and found 7 churches in the following places: Kodungallur, Palayur, Parur, Kokkamangalam, Niranam, Nilakkal and Koilan. ഇനി നമുക്ക് ഈ പാഠത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. സഭ സുവിശേഷ പ്രഘോഷകം. ഈശോയുടെയും അപ്പസ്തോലന്മാരുടെയും സുവിശേഷ പ്രഘോഷണത്തിന്റെ ഫലമായി രൂപം കൊണ്ട തിരുസഭ സുവിശേഷ പ്രഘോഷകയാണ്. കാരണം ഈശോ തന്നെയാണ് ഈ ദൗത്യം സഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. 2 വിധത്തിലാണ് ഇന്ന് തിരുസഭ ഈ ദൗത്യം നിർവഹിക്കുന്നത്. ഒന്ന്, സഭയുടെ ചൈതന്യവും ശക്തിയും നവീനത്വവും സംരക്ഷിക്കുന്നതിന് സഭയ്ക്കകത്ത് തന്നെയുള്ള സുവിശേഷ പ്രഘോഷണം. 2, സഭാംഗമല്ലാത്തവരെ സുവിശേഷവൽക്കരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ. ഇതിൽ ഒന്നാമത്തേത് സഭയ്ക്കകത്തുള്ള സുവിശേഷ പ്രഘോഷണമാണ്. മാമോദിസായിലൂടെ സഭയിൽ അംഗങ്ങളായിട്ടുള്ള ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടുള്ള സുവിശേഷ പ്രഘോഷണം, കൂദാശകളുടെ പരികർമ്മം, പരിശുദ്ധ കുർബാന മധ്യേയുള്ള സുവിശേഷ പ്രഘോഷണങ്ങൾ, ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ ഇവ സഭയ്ക്കകത്തുള്ള സുവിശേഷ പ്രഘോഷണത്തിനുള്ള ഉദാഹരണങ്ങളാണ്. ഈശോയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത, മാമോദിസ സ്വീകരിക്കാത്ത ആളുകളുടെ ഇടയിലുള്ള സുവിശേഷ പ്രഘോഷണവും മാതൃകാ ജീവിതവും ഉപയോഗപ്രവർത്തനങ്ങളുമെല്ലാം സഭാംഗങ്ങളല്ലാത്ത ആളുകളുടെ ഇടയിലുള്ള സുവിശേഷവൽക്കരണത്തിന്റെ ഭാഗമാണ്. മിഷൻ പ്രദേശങ്ങളും മിഷൻ പ്രദേശത്തുള്ള മിഷനറിമാരുടെ പ്രവർത്തനങ്ങളും ഈ കൂട്ടത്തിൽപ്പെടുന്നു. സുവിശേഷം പ്രസംഗിക്കുക, ജനങ്ങളെ പഠിപ്പിക്കുക, കൂദാശകളിലൂടെ കൃപാവരം സ്വീകരിക്കുവാനുള്ള വഴിയൊരുക്കുക, ഇവയെല്ലാം സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗം തന്നെയാണ്. സുവിശേഷ പ്രഘോഷണം
സഭയുടെ കർത്തവ്യമാണ്. അത് അവളുടെ വിളിയും ദൗത്യവുമാണ്. സഭയെ കൂടാതെ സുവിശേഷ പ്രഘോഷണം സാധ്യമല്ല. ഈ ചിന്തകളോടെ ഈ ആഴ്ചത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.